ഞാൻ പക്ക LDF വരണം. LDF എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരളം നന്നാവാൻ പോവാ. ഇത്രയും നാളെ കേരളക്കാരുടെ ബുദ്ധിമുട്ടിന്റെ കൂട്ട് എന്നെ വെട്ടിക്കൊന്നാലേ കുഴപ്പമൊന്നുമില്ലെന്നേ. ജനങ്ങൾ നന്നാവണമെന്നേ. ജനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ. സുരേഷ് ഗോപി ചേട്ടൻ അവിടെ എടുത്തപ്പോ ഞങ്ങൾ ഇവിടെ എടുത്ത് പോലെ തൃശ്ശൂർ ഞങ്ങൾ എടുക്കോ? ഞങ്ങൾ എടുത്ത് നീ എടുക്കാനൊന്നും ഇങ്ങനെ സുരേഷ് ഗോപി ചേട്ടൻ മന്ത്രിയായല്ലോ വലിയ കുടി ചാളമീനിക്ക് കല്യാണം, മത്തി മീനിക്ക് ചാളമീനിക്ക് കല്യാണം, കല്യാണം ഉണ്ടോ കല്യാണം 50 രൂപയ്ക്ക് കേട്ട് 50 രൂപയ്ക്ക് കേട്ട് മക്കളെ ആഴ്ച കേറി പോണോ മക്കളെ? ഓരോട്ടം ഓടിക്കുട്ടിന് 10 രൂപ വിളിക്കു പോണാ മക്കളെ. ആഴ്ച കേറി പോണാ വന്നോട്ടെ കയറി പോയി കഴിഞ്ഞാൽ ഹാപ്പിയായിട്ട് ജീവിക്കണം. ഓരോട്ടം ഓടിക്കുട്ടി മുഴുവൻ പണി ചെയ്തിട്ട് കിട്ടില്ല കാശിലെ കല്ല് പിടിച്ച് എന്നെ മോളെ കശത്തില്ലാക്കില്ലേ ഓമനക്കുട്ട. എടോ കലാവോട് ചേട്ടൻ അറിയാം ഓമനക്കുട്ട. ഇങ്ങനെ പോലെ എങ്ങനെയാണോ ജീവിതം? പച്ചക്കറി മൊത്തം ടോപ്പ് പോലെ മീനില്ല. ആ പേരാണ്. മലക്കറി കച്ചവടത്തിലെ 2 പുലിക്കുട്ടികളെയാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് നമ്മുടെ ഓടനാവട്ടം ഓമനക്കുട്ടൻ ചേട്ടനെയും അതുപോലെ തന്നെ മത്തി ജയൻ ചേട്ടനെയും. മത്തി ജയൻ എന്നൊക്കെ വിളിക്കുന്ന ചേട്ടൻ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? എന്റെ കൂട്ടുകാരെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലേ? എന്തുവാ? സുരേഷ് ഗോപി ചേട്ടനെ നേരിട്ട് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ട്. അത് കൊട്ടാരക്കര വരുമ്പോൾ ഞങ്ങളുടെ ഫോൺ നമ്പർ ലൈവ് കൂടെ കൊടുക്കുന്നുണ്ട്. ചേട്ടന്റെ ഫോൺ നമ്പർ ഒരിക്കലും അത്ര കോഴ്സ് നമുക്ക് ആയിട്ടില്ല. പിന്നെ ചേട്ടൻ ചെയ്തതിനകത്ത് നമുക്ക് വളരെ വളരെ ഒരു 2 ചായ 2 വേണ എന്താ മോളെ എടുത്തോ മോളെ. 2 മുടി ഫ്രീ ആയിട്ട് വെച്ചോ. ഇതൊക്കെ ഓമനക്കുട്ട ഹാപ്പിയാടാ. എനിക്ക് ശമ്പളം കിട്ടിയാ പോലെ. എനിക്ക് ശമ്പളം എന്തിനാ? എന്റെ വീട് നന്നായില്ലെങ്കിലും നാട് നന്നാവണം. സവാള തീർന്ന പോലെയാ. സവാള ഇന്ന് 50 രൂപീസ് ഇന്നത്തെ വില. നമ്മൾ വിറ്റത് 42 രൂപ വില. 5 കിലോ വേസ്റ്റ് പോകും. ഇവിടെ ഉടായ്പ കിടായ്പൊന്നുമില്ല. ഇവിടെ 50 സവാള ഇന്നത്തെ വില. ആറ് എങ്ങനെ വിറ്റാലും കുഴപ്പമില്ല. 40 വിറ്റാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്റെ വില ചെറിയ 40 രൂപ. ചാറ്റ് 1.25 കിലോ ഉണ്ട് 50 രൂപ. മുരിക്ക് 1.5 കിലോ 50 രൂപ. 1 കിലോ പയർ 50 രൂപ. ഓടിയ ഓടാവട്ട ചാടിയ ചാലക്കുടി നീന്ത മുങ്ങിയ അമ്പലക്കര അല്ലെങ്കിൽ സമുദ്ര അല്ലെങ്കിൽ ഇപ്പൊ 10 ഷാപ്പ് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാർ ഷാപ്പാ. ജനങ്ങൾ നന്നാവണം. ജനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ. സുരേഷ് ഗോപി ചേട്ടൻ അവിടെ എടുത്തപ്പോ ഞങ്ങൾ ഇവിടെ എടുത്തു. കൊട്ടാരക്കര എടുത്തു. കൊട്ടാരക്കര അല്ല, അകലം മാറിയാണ്. SK സ്കൂളിലുള്ള പച്ചക്കറി ജനങ്ങളെ സഹായിക്കുകയാണ് നമ്മൾ. ആണ്ട എനിക്ക് ഒരു 10 രൂപ കാലം വന്നേന്ന് എല്ലാം ഓക്കെ. അതായത് എന്റെ മഞ്ചാച്ചി കൊണ്ടാ. നമ്മൾ ആർക്കും ഉടായ്പും വേണ്ട കിടായ്പും വേണ്ട. നേരെ വാ നേരെ പോവും. ഉടായ്പിന്റെ പുസ്തകമൊക്കെ കച്ചവടത്തി ശരി. നമ്മ അങ്ങനെ ആരും തോപ്പിച്ച വിഷയത്തിന് വേണ്ട. അന്നത്തെ വില അന്നത്തെ മാർക്കറ്റ് കച്ചവടം. നാളെ സവാള 80ക്ക് 80. ഇന്ന് സവാള 50 വിൽക്കാൻ പറ്റൂ. 43 രൂപ സവാള വില ഇന്ന്. എനിക്ക് 50 വിൽക്കാൻ 3 കിലോ വേസ്റ്റ് പോയി. എന്റെ തോക്കല്ലയോ? ഈ 2 കിലോ നോക്കിയ ഈ 2 കിലോ സാധനം നോക്കി കൈ നോക്കിക്കോണം. 1 മിനിറ്റ് നിക്കേ എടുത്തോട്ടെ. വേണ്ടേ 1.5 കിലോ മുരിക്ക് 50 രൂപ പറയുന്നത്. ഇത് എത്ര ഉണ്ട്? 1.700 50 രൂപ. 1.5 കിലോ പറച്ചില് കൊടുക്കുമ്പോ 1.700 കാണും. അതാണ് ഓരോട്ടം ഓവറക്കുട്ടൻ. ആണേ എത്ര വർഷത്തെ കമ്പനി ശരിയായി സാറിന്? ഞങ്ങൾക്ക് ഉടായ്പൊന്നും ഇല്ലാതെ 1 മുരിക്ക് 50 രൂപയ്ക്കുന്ന പണം പോയ പവറാ. എനിക്കിത് മാത്രമല്ലല്ലോ, എനിക്ക് ശമ്പളം കിട്ടിയില്ലയോ? ഒരു റബ്ബർ ഫ്രീ. 2 റബ്ബർ എന്താ നിങ്ങളെ? 1.5 കിലോ മുരിക്ക് 50 രൂപ. 1.5 കിലോ മുരിക്ക് 50 രൂപ. കാറ്റ് കിലോ 40 രൂപ. കാറ്റ് കിലോ 40 രൂപ. 1 kg 40 രൂപ കാറ്റ്. മുരിക്ക് ഇംഗ്ലീഷ് എന്താ പറയുന്നത് മറന്നു. സുരേഷ് ഗോപി ചക്കളൊക്കെ എടുത്ത് പച്ചക്കറി ചക്കള കൊട്ടാരക്കരയിലും ഓർണാവട്ടത്തിൽ എല്ലാ ചക്കളൊക്കെ എടുത്ത് SK സ്കൂളിലൊക്കെ എടുത്ത് ഞങ്ങൾ ജനങ്ങളെ സ്നേഹിച്ചത് സുരേഷ് ഗോപി ചേട്ടൻ വാക്കുകളെല്ലാം സ്നേഹിച്ചോളും. പോലെ മുരിക്ക് വിൽക്കുന്ന പോലെ സുരേഷ് ഗോപി ചേട്ടൻ വാരിയെടുത്ത് ഞങ്ങളെ പള്ളിയിലെ കഞ്ഞി കുടിച്ചാലും പള്ളിയിലെ വിരുന്ന് കൊടുത്താലും ഞങ്ങളെ സുരേഷ് ഗോപി ചേട്ടൻ വാരിയെടുത്തു. അതിനകത്ത് ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല, ദേശമില്ല, സ്നേഹബന്ധം മാത്രമാണ്. ഹാപ്പിയാണ്. ഹാപ്പിപോലെ കേരളക്കര കീഴടക്കിയത് ഒരാളുണ്ട്, ഒരു വ്യക്തിയുണ്ട്, സുരേഷ് ഗോപി ചേട്ടൻ. ആ വ്യക്തി 3000 വോട്ട് ജയിച്ചപ്പോൾ ഓമനക്കുട്ട 90 അടിച്ചു. കാലത്തിലേക്ക് വാരി കൊടുക്കുവാണ്. ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങൾ തൃശ്ശൂർക്കാരനാണ്. ഞങ്ങൾ നടക്കുന്ന ചക്കനായ കുഴപ്പമൊന്നുമില്ല.
അടിപൊളി ജീവിതമാണ് ഇത്. നമ്മളെ കേരളം നന്നാവാൻ പറ്റിട്ടോ പൈസ. അതൊക്കെ എന്റെ കസ്റ്റമർ അല്ലേ. നമസ്കാരം, സുഖമാണോ? എന്റെ ചേട്ടനാ. എന്റെ 1997 ഡിസംബർ 14-ാം തീയതി മത്തമ്മ സ്കൂളിന്റെ അവിടെ KNS അവിടെ കച്ചവടം. അന്നേരം പോലെ തുടങ്ങിയ സാറായത്. സാർ നല്ല ഓഫീസറാ. പൈസ ഉണ്ടോ ഇല്ലയോ ഓർക്കൊണ്ട് വിഷയമല്ല. എന്റെ വീട്ടിൽ ഒന്നാവത്തില്ല, നാട് കെട്ടാവണം. അതാണ് ഓമനക്കുട്ടൻ. തൃശ്ശൂർ എടുത്തുള്ള കൂട്ട് പച്ചക്കറി കൊണ്ട് ഓടനോട്ട് ഓമനക്കുട്ടൻ കൊട്ടാരക്കരൊക്കെ എടുത്തിരിക്കും. എന്തിനാലും എടുത്തിരിക്കും. സുരേഷ് ഗോപി ചേട്ടൻ എനിക്കൊരു കാര്യം പറയുന്നത്. സുരേഷ് ഗോപി ചേട്ടന് കേൾക്കണം, കേട്ടിരിക്കണം. ഞാൻ ഉടായ്പ ഈ മഹാലക്ഷ്മി കാണാതെ പോട്ടെ. ഇത്രയും നാളെ പഞ്ചായത്തിലൊക്കെ ആവേശം കൊടുത്തിട്ടും ഓമനക്കുട്ടനെ കച്ചവടക്കാരനായോട്ട് 3 സെന്റ് വസ്തു കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയില്ല മോനെ, ഞാൻ കള്ളം പറയത്തില്ല. ഈ ചേട്ടൻ വിചാരിച്ചിരിക്കും 3 സെന്റ് വസ്തു മേടിച്ചാൽ ഷെഡ് അടിച്ചോളാം. ഞാൻ ഇപ്പോൾ 6,000 രൂപ വാടക താമസിക്കുന്നത്. 5,000 രൂപ കറണ്ട് ചാർജ് 7,000 രൂപ ആവും. എവിടെ കൊണ്ടാക്കാൻ ആരും വ്യക്തിയല്ലയോ. നമുക്ക് മന്ത്രി എന്തായിക്കോട്ടെ. സുരേഷ് ഗോപി ചേട്ടൻ ഒന്നും കേട്ടി കഴിയാം. ഓമനക്കുട്ടൻ തിരികെ വരും. എത്ര മന്ത്രിയായിരുന്നു. പാവത്തുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഇത്. നീ ജയിക്കും. അടുത്ത 1 ലക്ഷം വോട്ട് ജയിക്കും. അവിടെ ഫലമാണ് ഈ ചേട്ടന് ഇപ്പം കിട്ടിയ ഈ 100% വിജയം. അത് നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒന്ന് ഉറ്റുനോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സാധാരണ നമ്മളൊരു ഇലക്ഷനിൽ നിന്ന് തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ആ മണ്ഡലം കഴിഞ്ഞിട്ട് നമ്മൾ വിട്ടു പോവുക. ഇപ്പം നമ്മളെ സ്ഥലം, ഇപ്പം എൻ്റെ സ്ഥലം കൊട്ടാരക്കയാണെങ്കിൽ മത്സരിക്കുന്ന സ്ഥലം വേറെ ആയിരിക്കും. പക്ഷെ മത്സരിച്ച് തോറ്റു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിട്ടു പോവുക. പക്ഷെ നമ്മൾ അവിടെ പ്രവർത്തനമില്ല. അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റവും വലിയൊരു പരാജയം.